ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് യുഎസ് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇസ്രായേൽ ഇറാൻ സംഘർഷ സമയത്ത് യുഎസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തിരിച്ചടി ഇറാൻ നൽകുമെന്ന ഭയം കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രവൃത്തികളും ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്നുണ്ട്. ഇറാനെ ഒരേ സമയം പിന്തുണയ്ക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഇരട്ട നിലപാടാണ് ഇറാന്റെ പ്രകോപനത്തിന് കാരണം. നിലവിൽ ട്രംപിന് നെതന്യാഹുവുമായുള്ള ബന്ധവും ഇറാൻ അത്ര ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഇറാൻ വക്താക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ യാത്രയ്ക്കിടെ തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി പുതിയ വെബ്സൈറ്റ് ആരംഭിച്ചതായും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുഎസ് പൗരന്മാർക്ക് ഇറാനിലേക്കുള്ള യാത്രയുടെ ഗുരുതരമായ അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു പുതിയ അവബോധ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയാണ്. ഇറാൻ ഭരണകൂടം ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല. തടവിലാക്കപ്പെട്ട യുഎസ് പൗരന്മാർക്ക് കോൺസുലാർ സേവനങ്ങൾ പതിവായി നിഷേധിക്കുന്നു. ബോംബാക്രമണം നിലച്ചു. എന്നാലും ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണ് അതിനർത്ഥമില്ല. ഇറാനിലേക്കുള്ള യാത്രയ്ക്കെതിരെ യുഎസ് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി പുതിയ വെബ്സൈറ്റും ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് വ്യക്തമാക്കി. യാത്രാ ഉപദേശങ്ങൾ വെബ്സൈറ്റിലുണ്ട്. ആരും ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല. തങ്ങളുടെ സന്ദേശം വ്യക്തമാണെന്ന് കരുതുന്നതായും ടാമി ബ്രൂസ് പറഞ്ഞു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലും സൈനിക സ്ഥാപനങ്ങളിലും യുഎസ് സംഘർഷത്തെ തുടർന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലും സൈനിക സ്ഥാപനങ്ങളിലും യുഎസ് നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവന. അതേസമയം ട്രംപിന്റെ പല തീരുമാനങ്ങളും മറ്റു പല രാജ്യങ്ങൾക്കും തലവേദനയായിരിക്കുകയാണ്. കനേഡിയൻ ഇറക്കുമതികൾക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 35% തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2025 ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ താരിഫ് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാകും. കൂടാതെ കാനഡയുടെ പ്രതികാര നടപടികൾക്കും നിലവിലുള്ള വ്യാപാര തടസ്സങ്ങൾക്കും മറുപടിയായി ട്രംപ് വിശേഷിപ്പിച്ചതിന്റെ ഭാഗമായാണിത്. ശേഷിക്കുന്ന വ്യാപാര പങ്കാളികൾക്ക് 15% അല്ലെങ്കിൽ 20% മൊത്തത്തിലുള്ള തീരുവ ചുമത്താൻ പദ്ധതിയിടുന്നതായും ട്രംപ് വ്യക്തമാക്കി. ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത ഔദ്യോഗിക കത്തിൽ കുത്തനെയുള്ള താരിഫ് വർധനവിനുള്ള കാരണങ്ങൾ ട്രംപ് വിശദീകരിച്ചു. കൂടാതെ യുഎസിലേക്കുള്ള ഫെന്റനൈലിന്റെ ഒഴുക്കും അന്യായമായ വ്യാപാര രീതികൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതും ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ കാനഡ സഹകരിക്കുന്നില്ലെന്നും ആരോപിച്ചു. ഇതുവരെ ബ്രസീലിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% തീരുവ ഉൾപ്പെടെ പുതിയ താരിഫ് നിരക്കുകൾ വിശദീകരിക്കുന്ന 22 രാജ്യങ്ങൾക്ക് ട്രംപ് കത്തുകൾ അയച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ചെമ്പ് ഇറക്കുമതിക്ക് 50% തീരുവയും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒട്ടാവയ്ക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ട്രംപ് കാനഡയുടെ ഏതൊരു പ്രതികരണത്തിനും അധിക താരിഫ് നൽകേണ്ടി വരുമെന്നും പറഞ്ഞു. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ നിങ്ങളുടെ താരിഫ് ഉയർത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര എണ്ണം ഉയർത്താൻ തിരഞ്ഞെടുക്കുന്നുവോ അത് ഞങ്ങൾ ഈടാക്കുന്ന 35% ചേർക്കുമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വ്യാപാര അസന്തുലിതാവസ്ഥയെ അദ്ദേഹം ഒരു സാമ്പത്തിക പ്രശ്നമായി മാത്രമല്ല ദേശീയ സുരക്ഷാ ആശങ്കയായും രൂപപ്പെടുത്തി. വ്യാപാര കമ്മി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും തീർച്ചയായും നമ്മുടെ ദേശീയ സുരക്ഷയ്ക്കും ഒരു പ്രധാന ഭീഷണിയാണെന്നും കനേഡിയൻ വക്താക്കൾ വ്യക്തമാക്കി. അതേസമയം മിക്ക വ്യാപാര പങ്കാളികൾക്കും 15% അല്ലെങ്കിൽ 20% മൊത്ത താരിഫ് ചുമത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് പറഞ്ഞു. യൂറോപ്യൻ യൂണിയനും കാനഡയ്ക്കും വെള്ളിയാഴ്ചയോടെ താരിഫ് കത്തുകൾ ലഭിച്ചേക്കാമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വ്യാഴാഴ്ച NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അത്തരം കത്തുകൾ ഇതുവരെ ലഭിക്കാത്ത മറ്റ് വ്യാപാര പങ്കാളികൾ പൂർണ്ണമായും താരിഫ് നേരിടേണ്ടി വരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.